വെൽക്കം ടു ഷൈമാസ് ലിറ്റിൽ വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിലുള്ള ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്ത വേണം, പിന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വെളുത്തുള്ളി, ഒരു 5-8 വെളുത്തുള്ളി പൊടിയായിട്ട് അരിയുക, കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, ബട്ടർ, ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു സവാള, ഒരു ക്യാപ്സിക്കം, ഒരു 2 ക്യാരറ്റ് ഇത് പൊടിയായിട്ട് അരിയുക. ചിക്കൻ നമ്മൾ വേവിച്ച് പിച്ചെടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ, പാല്, ഇത്രയാണ് വേണ്ടത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. ചൂടാവുമ്പോൾ നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ പാസ്ത ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വെന്തോ നോക്കാൻ വേണ്ടി നമ്മൾ ഒരെണ്ണെടുത്തൊന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേവ് പാകമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അത് നമുക്ക് ഒന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് പിച്ചെടുത്ത ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പ് പാകം നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം. നമ്മളിനി വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എരിവിടുക. അപ്പോൾ നമ്മളിത് വാടിയിട്ടുണ്ട്, അത് നമ്മളൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് സോസിൽ കിടന്ന് ഒന്നും കൂടെ വേവാനുള്ളതാണ്. പിന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് 1/2 കിലോളം പാസ്ത എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദയും കൂട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് വൈറ്റ് സോസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈദ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ, കരിയാതെ. എന്നിട്ട് അതിൽ മൈദ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കുറേശ്ശെ പാല് ചേർത്താൽ മതി. ഏകദേശം 1-1.5 ഗ്ലാസ്സൊക്കെ പാല് വേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് എത്രയാണ് ലൂസാവണമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ പാല് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് ഏകദേശം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പും പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എരിവ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടുതൽ ഇടാം കേട്ടോ. ഞാനിതൊക്കെ പറഞ്ഞല്ലോ, കുട്ടികൾക്കും കൂടെ ആയതുകൊണ്ട് അവർക്കാണല്ലോ കൂടുതൽ ഇതൊക്കെ ഇഷ്ടം. അപ്പോൾ എരിവൊക്കെ കുറച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ, ചിക്കനും സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഉള്ള അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വൈറ്റ് സോസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇനി പാസ്തയിൽ വൈറ്റ് സോസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1/2 കിലോ എടുത്തതുകൊണ്ട് ഈ പാനിൽ നിന്ന് ഒരു ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ ഉപ്പും എരിവൊക്കെ പാകമല്ലേ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മൾ ചൂടോടെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം മക്കളെല്ലാവരും പാസ്തയും ന്യൂഡിൽസൊക്കെ അല്ലേ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മക്കളൊക്കെ ഇതിൻ്റെ ടോപ്പ് ഫാൻസാണ് കേട്ടോ, അവരെപ്പോഴും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളും എല്ലാവരും മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി വീണ്ടും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാം. Until then, thanks for watching.